റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് 0.5% 50 ബേസിസ് പോയിന്റ് കുറച്ചതിന് പിന്നാലെ വായ്പ നിരക്കും നിക്ഷേപ നിരക്കും കുറച്ച പ്രമുഖ ബാങ്കുകൾ. വായ്പ നിരക്ക് കുറഞ്ഞത് ഭവന വായ്പ എടുത്തവർക്ക് ഉൾപ്പെടെ ഗുണം ചെയ്യുന്നതായിരിക്കും. SBI ആകട്ടെ മുതിർന്ന പൗരന്മാർക്കുള്ള സ്ഥിര നിക്ഷേപ പലിശ നിരക്കുകൾ കുറച്ചു. 1 വർഷത്തിനും 3 വർഷത്തിനും ഇടയിൽ കാലാവധി പൂർത്തിയാകുന്ന സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള FDക്കുള്ള പലിശ നിരക്കുകൾ ഇനി മുതൽ 20 ബേസിസ് പോയിന്റുകളായിരിക്കും. 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയിൽ കാലാവധിയുള്ള FDകൾക്ക് 7.2%, 2 മുതൽ 3 വർഷം വരെയുള്ളവയ്ക്ക് 7.4% പലിശ ലഭിക്കും. മുൻപ് ഇത് യഥാക്രമം 7.3%, 7.5%. 50 ലക്ഷത്തിൽ താഴെ ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾക്ക് 2.75%, 50 ലക്ഷത്തിന് മുകളിലുള്ള അക്കൗണ്ടുകൾക്ക് 3.25%, പുതിയ നിക്ഷേപ നിരക്കെന്ന് HDFC ബാങ്കും അറിയിച്ചിട്ടുണ്ട്. ഇത് യഥാക്രമം 3%, 3.5%. 3 കോടി രൂപയിൽ താഴെയുള്ള FD നിക്ഷേപങ്ങൾക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയും പലിശ നിരക്ക് കുറച്ചിട്ടുണ്ട്. 91 ദിവസം മുതൽ 179 ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് 4.25%, 180 ദിവസം മുതൽ 1 വർഷത്തിൽ താഴെയുള്ള നിക്ഷേപങ്ങൾക്ക് 5.75%, പുതിയ നിരക്ക്. 1 വർഷത്തേക്കുള്ള നിക്ഷേപങ്ങൾക്ക് 7.05%, 1 വർഷം മുതൽ 2 വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് 6.75% പലിശ ലഭിക്കും. SBI, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തുടങ്ങിയ ബാങ്കുകൾ വായ്പാ നിരക്കുകളിൽ ഇളവ് വരുത്തി. SBI 25 ബേസിസ് പോയിന്റ് കുറച്ച് 8.25% പ്രഖ്യാപിച്ചു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നിരക്കുകളാകട്ടെ 8.65% കുറയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. Please subscribe our channel.